4ാം ക്ലാസ്സിലെ തദ്രീബ് തിലാവയിലെ പാഠങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. ഒന്നാമത്തെ പാഠം അൽ ഇദ്ഗാം എന്നുള്ള പാഠമാണ്, അതേപോലെ ഇഖ്ഫ എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അതിന് രണ്ടിനെയും കൂടെ നമ്മൾ ഒന്നാക്കിയിട്ട് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ. സുക്കൂനുള്ള മീമ് ശേഷം ഹർക്കത്തുള്ള ഏത് ഹർക്കത്തെ ഫത്തോ കസ്റോ ലമ്മോ ഏത് വന്നാലും അതിനെ ഒരു മീമാക്കി ശേഷം ഷദ്ദിട്ട് ഉന്നത്ത് നൽകി ഉച്ചരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇദ്ഗാമിൽ ചെയ്യേണ്ടത്. ശേഷം ഇഖ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് ബാ വന്നാൽ, അല്ലെങ്കിൽ ബാ ഫത്തോ കസ്റോ ലമ്മോ ഏതായാലും വന്നാലും ഇതിനെ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഉന്നത്ത് നൽകി ബായിൽ അവ്യക്തമാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇദ്ഗാമാണെങ്കിലും ഇഖ്ഫ ആണെങ്കിലും നമ്മൾ ഉന്നത്ത് നൽകുക എന്നുള്ളതാണ് എന്ത് ഇതിൽ കോമൺ ആയിട്ടുള്ളത്. ശേഷം ഇവിടെ താഴെ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ മഅകും മുസ്തമിഉൻ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഹർക്കത്തുള്ള മീമിലേക്ക് രണ്ട് മീമും കൂടെ ലയിപ്പിച്ച് ഉന്നത്ത് ചെയ്ത് ഉച്ചരിച്ചു. അതേപോലെ പിന്നെ ഒമാക്കാന അക്സറഹും മുഅ്മിനൂൻ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നപ്പോൾ അതിൽ ഉന്നത്ത് നൽകി ഉച്ചരിച്ചു. വജാഹിദുഹും ബി ഹർക്കത്ത് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ബാഗ് വന്നപ്പോൾ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉച്ചരിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിലുള്ളത്. അതേപോലെ ഇതിൽ പരിശീലിക്കാനുള്ള ഒന്നുണ്ട്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് എന്തുണ്ട് ഇതിൽ പരിശീലിക്കാനുള്ളതുണ്ട്. അതേപോലെ ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതിൽ ഇദ്ഗാം ഏതാ ഇഖ്ഫ ഏതാന്ന് മാർക്ക് ചെയ്യാനുള്ളതാണ്. വമൻ യളിം മിൻകും സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അതെന്താണ്, അത് ഇദ്ഗാമാണ്. അപ്പോൾ കദ്ദബൂക്കും ബിമ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ബാഗ് വന്നാൽ അത് ഇഖ്ഫ ആണ്. പിന്നെ കുന്തും മൂക്കിനുൻ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു ഇദ്ഗാം. അർലിക്കും ബിസിഹിരി ഇഖ്ഫ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഇൽഹാർ എന്നുള്ള ഹെഡിങ് ആണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാओ മീമോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിനെന്ത് ചെയ്യേണ്ട, ഉന്നത്ത് ചെയ്യേണ്ട. ഇതിനാണ് എന്തെന്ന് പറയാം, ഇൽഹാർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഐദിയക്കും അർജുലക്കും സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു, അപ്പോൾ ഇൽഹാർ ചെയ്യണം. പിന്നെയോ അംലം മീമിന് ശേഷം ലാമ് വന്നു, ഇൽഹാർ. ലക്കും റസൂലുൻ മീമിന് ശേഷം റാ. മത്താനാഹും സിനീന മീമിന് ശേഷം സീന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ഈ മീമോ യാവോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും എന്ത് ചെയ്യുക, ഇൽഹാർ ചെയ്ത് വ്യക്തമാക്കി ഉച്ചരിക്കാം, ശ്രദ്ധ ചെയ്യേണ്ട. അത്രയേ ഉള്ളൂ. നമുക്കിതിലെ ചെറിയ മോഡൽ 2-3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാഠത്തിലേക്ക് പോകാം. പിന്നെ കുന്തും മൂഖിനീൻ മീമിന് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അതിനെന്തെന്ന് പറയാം, നമ്മൾ ഇദ്ഗാം എന്ന് പറയാം. ഫഖദ് കദ്ദബൂക്കും ബിമ ഇഖ്ഫ ആണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള വാവ് വന്നു. പിന്നെ ഖാല നഅം വ ഇന്നക്കും സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നു, ഇൽഹാറാണ്. അത്രയേ ഉള്ളൂ ഈ പാഠം. നമുക്ക് അടുത്ത പാഠം നോക്കാം. അടുത്തത് ഹുറൂഫുൽ കൽക്കലത്താണ്. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ്. കുത്തുബ് ജദ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ കൽക്കലത്തിൻ്റെ